ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഫയലുകളെ കുറിച്ചാണ്. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഫയൽ എന്ന് പറയുന്നത്. ആ ഫയലിൻ്റെ തരംതിരിവുകളെ കുറിച്ചിട്ടും അതിൻ്റെ പാർട്ടുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഫയലാണ്. ഇതാണ് ഒരു ഫയൽ എന്ന് പറയുന്നത്. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ടൂള്. ഫയൽ എന്നാണ് ഈ ടൂളിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു ഫയലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ടാങ്ക്, ഹീല്, ഫേസ്, എഡ്ജ്, പോയിൻ്റ് തുടങ്ങിയവ. ഇതിൽ ടാങ്ക് എന്ന ഭാഗം, ഈ ടാങ്ക് എന്ന ഭാഗത്തിനോട് ചേർന്നിട്ട് ഫയലുകളിൽ എന്തുണ്ടായിരിക്കും, ഒരു ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഹാൻഡിൽ എന്ന ഭാഗം ടാങ്കിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഫെറൂൾ എന്നൊരു ഭാഗം കൊണ്ടിട്ട് മെറ്റൽ പീസാണ് ഈ ഫെറൂൾ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എന്തായിരിക്കും, ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ ഹീൽ എന്ന ഭാഗം എന്ന് പറയുന്നത്, ഹീലാണ് ഫേസിൽ, അതായത് ഫയലിൻ്റെ ഫേസിൽ ടീത്തുകളില്ലാത്ത ഭാഗത്തിന് പറയുന്ന പേരാണ് ഹീൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് എന്ന ഭാഗത്തിൽ നോക്കി കാണാൻ പറ്റും, ഫയലുകളിൽ എന്തുണ്ടായിരിക്കും, ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടീത്തുകൾ അതിൻ്റെ ഫേസിൽ കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ സിംഗിൾ കട്ട് ടീത്തായിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ കട്ട് ടീത്തുകളായിരിക്കും. ഓരോ ആവശ്യത്തിനനുസരിച്ച് ടീത്തുകൾ മാറും. അതുപോലെ ആ ടീത്തിന് ഇടയിലുള്ള ഗ്യാപ്പ്, ഒരു ടീത്ത് കഴിഞ്ഞിട്ട് അടുത്ത ടീത്തിനേക്കുള്ള ഗ്യാപ്പിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ സൈഡിലുള്ള ഒരു പോർഷനാണ് എഡ്ജ് എന്ന് പറയുന്നത്. എഡ്ജ് മിക്കവാറും സിംഗിൾ കട്ടുകളായിരിക്കും, സിംഗിൾ ടീത്തുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഫയലിൻ്റെ ടിപ്പിനെ പറയുന്ന പേരാണ് പോയിൻ്റ്, അല്ലെങ്കിൽ ടിപ്പ് എന്ന് തന്നെ പറയും. പോയിൻ്റ് മുതൽ ഹീല് വരെയുള്ള നീളമാണ് ഒരു ഫയലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഒരു പോയിൻ്റ് മുതൽ ഹീല് വരെയുള്ള നീളത്തിനെ പറയുന്ന പേരാണ് ഫയലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഹാൻഡ് ടൂൾ ടു ബി ഫൗണ്ടഡ് ഇൻ എൻ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഈസ് ദ ഫയൽ. ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫയൽ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ ഫയൽ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എ ഫയൽ ഈസ് എ ഹാർഡൻഡ് പീസ് ഓഫ് എ ഹൈ ഗ്രേഡ് സ്റ്റീൽ വിത്ത് സ്ലാൻഡിങ് റോസ് ഓഫ് ടീത്ത്. എന്താ പറയുന്നത്, ഫയൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് സ്റ്റീലാണ്. ഹൈ ഗ്രേഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ആ ഫയലിൻ്റെ ഭാഗം ഉണ്ടാക്കുന്നത്. അതിലെന്തുണ്ടായിരിക്കും, ചെരിഞ്ഞിട്ട് ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്ലാൻഡിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, പാരലൽ ഈക്വൽ ഡിസ്റ്റൻസിൽ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ സിംഗിൾ ടീത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ കട്ട് ടീത്ത് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഫയലിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഗ്രേഡ് സ്റ്റീലാണ്. ഹൈ ഗ്രേഡ് സ്റ്റീൽ. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ചിലപ്പോൾ എന്തായിരിക്കും, മരം കൊണ്ടോ അല്ലെങ്കിൽ ഫൈബർ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ ഉള്ള ഹാൻഡിലുകൾ ഉണ്ടായിരിക്കും. കൂടുതലായിട്ടും മരം കൊണ്ടുള്ള ഹാൻഡിൽസാണ് ഉണ്ടാവൽ. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈ ഗ്രേഡ് സ്റ്റീലാണ് ഫയലിൻ്റെ മെറ്റീരിയൽ. അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ട് സ്മൂത്ത് ഓർ ഫിറ്റ് മെറ്റൽ പാർട്സ്. ഫയൽ എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് ടൂളാണ്. മെറ്റൽ നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് മാറ്റുന്നത്. അതുകൊണ്ട് അതൊരു കട്ടിംഗ് ടൂളാണ്. അതുപോലെ ഫയൽ യൂസ് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ റഫായിട്ടുള്ള സർഫസുകൾ സ്മൂത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചെറിയൊരു പോർഷൻ ടൈറ്റ് ഉണ്ടെങ്കിൽ അത് ഫിറ്റ് ആക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫയലിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യലുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് കട്ട്സ് ഓൾ മെറ്റൽസ് എക്സെപ്റ്റ് ഹാർഡൻഡ് സ്റ്റീൽ. ഒരു ഫയൽ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫയൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാണ്, ഹൈ ഗ്രേഡ് സ്റ്റീലാണ് അല്ലേ. ഹൈ ഗ്രേഡ് സ്റ്റീൽ കൊണ്ടുള്ള ഫയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാർഡൻ ആയിട്ടുള്ള സ്റ്റീൽ ഒഴികെ ബാക്കി എല്ലാ മെറ്റീരിയലും എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. ഹാർഡൻഡ് സ്റ്റീൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫയൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു പോയിന്റ് നോക്കാം. ദ സൈസ് ഓഫ് എ ഫയൽ ഈസ് ഇറ്റ്സ് ലെങ്ത്. എന്താ പറയുന്നത്, ഒരു ഫയലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തിന്, അതിൻ്റെ നീളത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഒരു ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫയലിൻ്റെ നീളത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. യൂഷ്വലി 100 to 200 mm ആൻഡ് ദോസ് ഫോർ ഹെവിയർ വർക്ക് ഫ്രം 200 to 450 mm ഇൻ ലെങ്ത്. ചുരുക്കി പറഞ്ഞാൽ സാധാരണ ഫയലുകൾ 100 mm മുതൽ 200 mm വരെയാണ് നീളം ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഹെവി വർക്കുകളും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൻ്റെ നീളം 200 mm മുതൽ 450 mm വരെ നീളം. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഒരു ഫയലിൻ്റെ നീളം എന്ന് പറയുന്നത് 100 mm മുതൽ 200 mm വരെയാണ്. എന്നാൽ സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള ഹെവി വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 200 mm മുതൽ 450 mm നീളം വരെയുള്ള ഫയലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഫയലിൻ്റെ ഫേസ് എന്ന ഭാഗത്തിൽ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. ചിലപ്പോൾ സിംഗിൾ കട്ട് ടീത്തായിരിക്കാം, ചിലപ്പോൾ ഡബിൾ കട്ട് ടീത്തായിരിക്കും. അങ്ങനെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്ക് ഫയലിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. സിംഗിൾ കട്ട് ഫയൽ എന്നും ഡബിൾ കട്ട് ഫയൽ എന്നും. അപ്പോൾ ഒന്നാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ കട്ട് ഫയൽ കാണാൻ പറ്റും. രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഡബിൾ കട്ട് ഫയലാണ്. അപ്പോൾ സിംഗിൾ കട്ട് ഫയലിൽ
നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ചെരിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാത്രമാണ് ടീത്ത് കട്ട് ചെയ്തില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു സൈഡിലോട്ട് മാത്രമേ ടീത്ത് കട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഡബിൾ കട്ട് ഫയലുകളിൽ രണ്ട് സൈഡിലോട്ട് ക്രോസ് ആയിട്ട് ടീത്തുകൾ കട്ട് ചെയ്തത് കാണാൻ സാധിക്കും. അപ്പോൾ സിംഗിൾ കട്ട് ഫയലുകളിൽ ടീത്ത് ഒരു വശത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഡബിൾ കട്ട് ഫയലുകൾക്ക് ടീത്തുകൾ രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും. ഈ ടീത്തെല്ലാം കട്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ആംഗിൾ ഉണ്ട്. നമ്മൾ ചുമ്മാ കയറിയിട്ട് ടീത്ത് കട്ട് ചെയ്യില്ല. ഓരോ ടീത്തിനും എന്തുണ്ടായിരിക്കും? പാരലായിട്ടിരിക്കുന്ന ഓരോ ടീത്തിനും ആംഗിൾ ഉണ്ട്. ഒരു സിംഗിൾ കട്ട് ഫയലിൻ്റെ ചിത്രമാണ് ആദ്യത്തേത്. അപ്പോൾ സിംഗിൾ കട്ട് ഫയലിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഓരോ ടീത്തും 60 ഡിഗ്രിയിൽ ചെരിഞ്ഞിരിക്കുന്ന ടീത്തുകളാണ് സിംഗിൾ കട്ട് ഫയലുകളിൽ ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഓരോ ടീത്തും പാരലാണ് അല്ലേ, ഈക്വൽ ഡിസ്റ്റൻസിൽ വിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് 60 ഡിഗ്രിയിലാണ് ഓരോന്നും ചെരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡബിൾ കട്ട് ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ കട്ട് ഫയലിൽ ആദ്യത്തെ ഒരു ചെരിവ് എന്ന് പറയുന്നത് 51 ഡിഗ്രിയിലും രണ്ടാമത്തെ ഒരു ചെരിവ് എന്ന് പറയുന്നത് 70 ഡിഗ്രിയിലുമാണ് അല്ലേ ഡബിൾ കട്ട് ഫയലിൽ. അപ്പോൾ സിംഗിൾ കട്ട് ഫയലിൻ്റെ ടീത്തിൻ്റെ ആംഗിൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ഡബിൾ കട്ട് ഫയലിൻ്റെ ടീത്തിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 51 ഡിഗ്രിയും 70 ഡിഗ്രിയുമാണ്. അതാണ് സിംഗിൾ കട്ട് ഫയലും ഡബിൾ കട്ട് ഫയലും തമ്മിലുള്ള ആ ടീത്തിൻ്റെ ആംഗിളിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി നമുക്ക് നോക്കാം. സിംഗിൾ കട്ട് ആൻഡ് ഡബിൾ കട്ട് ഫയൽസ് ആർ ഫർദർ ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ദ ക്വയാസ്നെസ് ഓർ സ്പേസിംഗ് ബിറ്റ്വീൻ ദ റോസ് ഓഫ് ദ ടീത്ത്. അതായത് സിംഗിൾ കട്ട് ഫയലും ഡബിൾ കട്ട് ഫയലും പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെയും തരംതിരിച്ചിട്ടുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ടീത്തിൽ നിന്നും മറ്റൊരു ടീത്തിലേക്കുള്ള അകലത്തിനനുസരിച്ച് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അത് ഫൈൻ ആക്കുന്ന രീതിക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗിൾ കട്ട് ഫയലിനെയും ഡബിൾ കട്ട് ഫയലിനെയും വീണ്ടും തരംതിരിക്കാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ്? ഒരു ടീത്തിൽ നിന്നും മറ്റൊരു ടീത്തിലേക്കുള്ള സ്പേസിനെ ആസ്പദമാക്കി, മനസ്സിലായോ? ആ ഒരു ടീത്തിൽ നിന്നും മറ്റൊരു ടീത്തിലേക്കുള്ള സ്പേസിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ കട്ട് ഫയലുകളെയും സിംഗിൾ കട്ട് ഫയലുകളെയും വീണ്ടും തരംതിരിക്കാൻ സാധിക്കും. അവ ഏതൊക്കെ നോക്കാം. റഫ് ഫയൽ, സ്മൂത്ത് ഫയൽ, ബാസ്റ്റാർഡ് ഫയൽ, സെക്കൻഡ് കട്ട് ഫയൽ, ഡെഡ് സ്മൂത്ത് ഫയൽ, സൂപ്പർ സ്മൂത്ത് ഫയൽ. ഇപ്പോൾ നമ്മൾ ആ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഏകദേശം മനസ്സിലാവാൻ പറ്റും. റഫ് ഫയൽ എന്ന് പറയുന്നത് റഫായിട്ടുള്ള സർഫസുകൾ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ റഫ് ഫയൽ യൂസ് ചെയ്തിട്ട് ഫയൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? കൃത്യമായിട്ടുള്ള ഫിനിഷിങ്ങോ കാര്യങ്ങളോ കിട്ടില്ല. സ്മൂത്ത് ഫയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആവറേജ് സ്മൂത്ത്നെസ് കിട്ടും. ആവറേജ് ഫിനിഷിംഗ് ആണ് നമുക്ക് സ്മൂത്ത് ഫയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് ഡെഡ് സ്മൂത്ത് ഫയൽ, അതുപോലെ സൂപ്പർ സ്മൂത്ത് ഫയലുകളൊക്കെ. ഡെഡ് സ്മൂത്ത് ഫയലുകളും സൂപ്പർ സ്മൂത്ത് ഫയലുകളൊക്കെ വളരെ അക്യുറേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യേണ്ട വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഫയലുകൾ ഉപയോഗിക്കുന്നത്. അതായത് കൃത്യമായ അളവിൽ അത്രയും ഫിനിഷിങ്ങോട് കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡെഡ് സ്മൂത്ത് ഫയലുകളും സൂപ്പർ സ്മൂത്ത് ഫയലുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെയാണ് എന്ത്? സിംഗിൾ കട്ട് ഫയലുകളെയും ഡബിൾ കട്ട് ഫയലുകളെയും വേർതിരിവുകൾ. റഫ് ഫയൽ, സ്മൂത്ത് ഫയൽ, ബാസ്റ്റാർഡ് ഫയൽ, സെക്കൻഡ് കട്ട്, അതുപോലെ ഡെഡ് സ്മൂത്ത് ആൻഡ് സൂപ്പർ സ്മൂത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീത്തിൽ നിന്ന് മറ്റൊരു ടീത്തിലേക്കുള്ള ദൂരം ഇപ്പോൾ ഒരു 60 ഡിഗ്രി സിംഗിൾ കട്ടിൻ്റെ ഒരു ദൂരം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു നോർമൽ ഫയലിൻ്റെ ചിത്രമാണ്. അപ്പോൾ എന്തായിരിക്കും? ആ ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ സിംഗിൾ കട്ട് ഫയലും ഡബിൾ കട്ട് ഫയലും പിന്നീട് വീണ്ടും വേറെ രീതിയിൽ വേർതിരിച്ചിട്ടുള്ളത്. ഒരു ടീത്തിൽ നിന്ന് മറ്റൊരു ടീത്തിലേക്കുള്ള വ്യത്യാസം. ഒരു ടീത്തിൽ നിന്ന് മറ്റൊരു ടീത്തിലേക്കുള്ള വ്യത്യാസത്തിനനുസരിച്ച് എന്തായിരിക്കും? ആ ഫയലിൻ്റെ ഉപയോഗക്രമങ്ങളും മാറും. ചിലപ്പോൾ റഫ് സർഫസ് ആയിരിക്കാം, ചിലപ്പോൾ ഫയൽ ചെയ്താൽ കിട്ടുന്നത് ചിലപ്പോൾ ഫിനിഷ് ആയിരിക്കാം, ചിലപ്പോൾ ഒരുപാട് ഫിനിഷിംഗ് ആയിരിക്കാം. അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒരു ടീത്തിൽ നിന്നും മറ്റൊരു ടീത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.